ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സേതുമാധവനെയും മറ്റുള്ളവരുടെയും മുന്നിൽ വെച്ച് സന്ദീപ് ആദ്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ഉത്തരവാദി ഞാനായതുകൊണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും ആകെ ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന ഏവർക്കും ഇടയിൽ നിന്ന് വേഗം അവധിക്ക് മുന്നിലേക്ക് വന്ന് ചോദിച്ചു, സന്ദീപേ, നീ നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചതും, അതേ എടുത്തി, സത്യമാണ്, ഞാൻ തന്നെയാണ് ആതിരയുടെ കുഞ്ഞിന്റെ ഉത്തരവാദി. ഇനിയും ഇക്കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞില്ല എങ്കിൽ ഞാൻ ആതിരയോട് ചെയ്യുന്ന വലിയൊരു നീതികേടാണ് എന്ന് പറയുമ്പോൾ ഉടനെ അനൂപ് സന്ദീപിന് നേരെ ചാടി വീണു. എടാ, നീ നീ എന്റെ അനുജത്തിയെ നീ എന്റെ അനുജത്തിയെ നശിപ്പിച്ചോടാ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദീപിന് നേരെ പാഞ്ഞെടുത്തു അനൂപ്. അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു, അതെ, സത്യം തന്നെയാ. ഇപ്പോഴും ഞാൻ ആ സത്യം എല്ലാവരും തുറന്നു പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇവിടെ എല്ലാവരുടെയും മുന്നിൽ ഈ സത്യം തുറന്നു പറയേണ്ടത് എന്റെ ആവശ്യമാണ്. ഇപ്പോ ഞാനും ആതിരയും തമ്മിൽ കുറെ നാളുകളായി ഇഷ്ടത്തിലാണ്. ആ ഇഷ്ടം ഞാൻ പലവട്ടം ഏടത്തിയോടും പറഞ്ഞിട്ടുള്ളതാണ്. അവന്തിക ഏടത്തിയോടും അനഘയോടും ഒക്കെ ഞാൻ അക്കാര്യം അറിയിച്ചതാണ്. എനിക്കിഷ്ടം ആതിരയാണെന്ന്. ഇപ്പോഴും ആ ഇഷ്ടം എന്റെ മനസ്സിലുണ്ട്. അനഘയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. അനഘയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പിന്നെ എന്ത് ഞാൻ ഈ വേഷം കിട്ടിയെന്ന് വെച്ചത് അതിന് കാരണമുണ്ട് എന്ന് പറയുമ്പോൾ അവന്തിക ചോദിച്ചു, സന്ദീപെ, നീ എന്ന് ചോദിച്ചതും, എടുത്തി പ്ലീസ്, ഞാൻ പറഞ്ഞൊന്ന് തീർത്തോട്ടെ. എനിക്ക് പറയേണ്ടത് എന്റെ അച്ഛനോട് മാത്രമാണ്. അച്ഛനെ പേടിച്ചിട്ടായിരുന്നു ഇത്രയും നാൾ ഞാൻ ഈ സത്യം മറച്ചു വെച്ചത്. അച്ഛനോട് ഈ സത്യം തുറന്നു പറയാൻ പല ആവർത്തി ഞാൻ ശ്രമിച്ചതുമായിരുന്നു. അനഘ, നിന്നെ ഞാൻ എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നും എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ കഴിയില്ല എന്നും എനിക്കിഷ്ടം ആതിരയാണെന്നും പലവട്ടം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞതല്ലേ എന്ന് സന്ദീപ് അനഘയുടെ നേരെ തിരിഞ്ഞ് അന്വേഷിച്ചു. അനഘ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ സന്ദീപ് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എത്ര തവണ ഞാൻ പറഞ്ഞതാണ്. ഇനി എനിക്ക് നിന്നെ വിവാഹം കഴിക്കാനും ആവില്ല എന്ന് സന്ദീപ് അനഘയെ നോക്കി അറിയിച്ചു. അനഘ അതെല്ലാം കേട്ട് മനസ്സ് തകർന്നങ്ങനെ നിൽക്കുമ്പോൾ സന്ദീപ് പറഞ്ഞു, പല ആവർത്തി നിന്നോട് പറഞ്ഞിട്ടും നീ അത് കേൾക്കാൻ തയ്യാറായില്ല. പിന്നെ പിന്നെ നീ എന്തിനാടാ എന്റെ അനുജത്തിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത് എന്ന് അവന്തിക വേഗം സന്ദീപിനോട് അന്വേഷിച്ചു. അത് നീ എന്നോടല്ലല്ലോ പറഞ്ഞത്, നീ നേരിട്ട് അച്ഛനോട് ചെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചതും സന്ദീപ് പറഞ്ഞു, അതിനും കാരണമുണ്ട്. എന്നെ ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി. എന്റെ അച്ഛനെ ഉൾപ്പെടെ അവന്തികയെടുത്തിയും അപായപ്പെടുത്തുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് അയാൾ ചെയ്തത്. അനഘയുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതം മൂളിയില്ല എങ്കിൽ എന്റെ വീട്ടിലുള്ള ഓരോരുത്തരെയും അയാൾ ഇല്ലാതാക്കുമെന്ന് അയാൾ എന്നെ ഭയപ്പെടുത്തി. അങ്ങനെ ഭീഷണി ഉയർത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അവന്തികയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം മൂളിയത്. അങ്ങനെ സമ്മതം മൂളിയെങ്കിൽ പോലും ഇപ്പോഴും ഞാൻ അനഘയുമായിട്ടുള്ള വിവാഹത്തിന് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ വിവാഹം ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്തതാണ് എന്ന് സന്ദീപ് അറിയിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും ഉടനെ മുന്നിലേക്ക് അനൂപ് വന്നിട്ട് പറഞ്ഞു, ഇപ്പോ എന്ത് പറയുന്നു അവന്തിക ഞങ്ങളുടെ കുടുംബത്തെ നാണം കെടുത്തിയിരുന്നല്ലോ, അപമാനിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തല്ലോ. അപ്പോഴെല്ലാം ഞാൻ മൗനം പാലിച്ചു നിന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ? ഇവനായിരിക്കും എന്റെ അനുജത്തിയുടെ ഈ ചതിക്ക് പിന്നിൽ നിന്ന് എനിക്കറിയാമായിരുന്നു. എന്നിട്ടും ഞങ്ങളത് സംസാരിക്കാതിരുന്നത് ഇവൻ ഇക്കാര്യം പറയുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി തന്നെയായിരുന്നു എന്ന് സന്ദീപിനെ കുറിച്ച് അനൂപ് അറിയിച്ചു. അപ്പോഴേക്കും സന്ദീപ് വേഗം സേതുമാധവന് മുന്നിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് മറ്റാരോടും പറയാനില്ല. എന്റെ അച്ഛനോട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അച്ഛ, എന്നോട് ക്ഷമിക്കണം, ഇങ്ങനെയെല്ലാം സംഭവിച്ചു പോയച്ച എന്ന് സന്ദീപ് അറിയിച്ചതും ആ നിമിഷം സേതുമാധവൻ സന്ദീപിന്റെ മുഖത്തടിക്കുന്നു. നീ ആതിരയോട് മാത്രമാണോടാ തെറ്റ് ചെയ്തത്? നിന്നെ ഞാനിപ്പൊ തല്ലിയത് എന്തിനാണെന്നറിയാമോ? ആതിരയോട് മാത്രമല്ല നീ നെറികേട് കാണിച്ചിരിക്കുന്നത്, അനഘയോട് കൂടിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നിന്നെ തല്ലിയത്. പിന്നെ ഇക്കാര്യം ഇതിനു മുൻപ് നീ പറയാതിരുന്നതിന്, എന്നോട് ഇക്കാര്യം മറച്ചു വെച്ചതിനാണ് ഇപ്പോ നിന്നെ ഞാൻ ഇങ്ങനെ തല്ലിയത്. ആതിരയെ പോലെ ഒരു പെൺകുട്ടിയെ ഈ അവസ്ഥയിലാക്കിയതിന്, ആതിരയോട് ഇങ്ങനെയൊരു വഞ്ചന നീ കാണിച്ചതിന്, ആതിരയെ വിവാഹം കഴിക്കാനായി അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോലും നീ അവസാനം ആതിരയെ ചതിക്കാൻ ഒരുങ്ങിയതിന്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ജയന്തൻ മാഷ് പറഞ്ഞു, സേതു, കുട്ടികളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചു, ഇനി വെറുതെ അവരെ ശിക്ഷിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ ഉടനെ സേതുമാധവൻ പറഞ്ഞു, ആരും മിണ്ടണ്ട, ഞാൻ എന്റെ മകനോടാണ് സംസാരിക്കുന്നത്, അവനോടാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അതിലാരും ഇപ്പോൾ തൽക്കാലം കൈകടത്തണ്ട. പിന്നെ ഇവനും ആതിരയുമായിട്ടുള്ള ഇഷ്ടം, ആ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിട്ടും നിങ്ങൾ ആരും ഒരു വാക്കുപോലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് സേതുമാധവൻ സന്ദീപിനെയും
ആതിരയും എല്ലാവരും അനുകൂലിക്കുകയായിരുന്നു ചെയ്തതെന്നും അക്കാര്യം എല്ലാവരും മറച്ചു വെച്ചത് എന്തിനാണ് എന്ന് ചോദിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. നിങ്ങളുടെ മകനോട് ഇവൻ ഇങ്ങനെ ഒരു നെറികേട് കാണിച്ചിട്ട് പോലും നിങ്ങളൊക്കെ ഇങ്ങനെയാണോ പ്രതികരിക്കുന്നത് എന്ന് സേതുമാധവൻ അന്വേഷിച്ചപ്പോ അവന്തിക പറഞ്ഞു, അല്ല, ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഈ സമീപനം കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ അച്ഛാ, ഇവര് പണക്കാരായ ഒരു ചെറുപ്പക്കാരനെ മനഃപൂർവ്വം വല വീശിയതാണ് എന്ന്. അത് മാത്രമല്ല, ഇപ്പോ ആതിരയ്ക്ക് ഇങ്ങനൊരു അവസ്ഥയുണ്ടാകാൻ കാരണം ആതിരയെ ഇവന്റെ ഒപ്പം ഇതുപോലെ അഴിഞ്ഞാടാനായി ഇവർ അനുവദിച്ചത് കൊണ്ട് മാത്രമല്ലേ? ദാ ഈ നിൽക്കുന്ന എന്റെ അനുജത്തി അനഘയെ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് അനഘ എല്ലാവരെയും മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിച്ചു. നിങ്ങളുടെ മകൾ ആതിരയെ പോലെ തന്നെയല്ലേ ഇവളും വിവാഹിതയാകാനായി ഇന്ന് വിവാഹ സ്വപ്നങ്ങൾ കണ്ട് നിന്ന എന്റെ അനുജത്തിയുടെ ജീവിതത്തെ നിങ്ങൾ എല്ലാവരും ചേർന്ന് തകർത്ത് കളഞ്ഞില്ലേ? ഇവളെ ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ഇവളെ കൊണ്ട് കായലിലോ കടലിലോ മുക്കണോ എന്ന് ചോദിച്ചതും ഉടനെ കമലയെടുത്തി മുന്നിലേക്ക് വന്നിട്ട് ചോദിച്ചു, അവന്തിക എന്താ ഈ പറയുന്നത്? എന്റെ മകളുടെ ഭാഗത്ത് തെറ്റുണ്ട്. അവള് തെറ്റ് ചെയ്തെങ്കിൽ അതിന് ഈ വീട്ടിലെ ചെറുപ്പക്കാരനായ ഈ സന്ദീപ് കൂടി ഉത്തരവാദിയാണ്. എന്നിട്ട് ഞങ്ങൾ ആരും അവനെ കുറിച്ച് പറയാതിരിക്കുന്നതും സംസാരിക്കാതിരിക്കുന്നതും ഞങ്ങൾക്ക് അത് പറയാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടൊന്നുമല്ല. പിന്നെ അവന്തിക സംസാരിക്കുന്നതിന് കുറച്ചുകൂടി മാന്യത ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവന്തികയുടെ അനുജത്തിയെ പോലെ തന്നെ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയത്. അർച്ചനയും ആതിരയുമായിട്ടുള്ള അവർ ചേച്ചി അനിയത്തിയും തമ്മിലുള്ള ബന്ധവും ഞങ്ങൾക്കറിയാം. പിന്നെ ഇപ്പോ ഇക്കാര്യം ഞങ്ങൾ ആരോടും പറയാതിരുന്നത് അത് വേറൊന്നും കൊണ്ടല്ല. സന്ദീപ് ആതിര ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവനെ ഇഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഞങ്ങൾ ഇവിടെ താക്കീതും ചെയ്തതാണ്. ഇത്രയും വലിയ വീട്ടിൽ ഒരു പയ്യനെ വിവാഹം കഴിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരുത്തനെ സ്നേഹിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മകളെ താക്കീതും ചെയ്തതാണ്. എന്നാൽ അന്ന് ഞങ്ങളുടെ വീട്ടുപടിക്കൽ വന്ന് ഞങ്ങളോട് എല്ലാവരോടും ഒരു വാക്ക് പറഞ്ഞിരുന്നു ഈ സന്ദീപ്. ഉടനെ തന്നെ അച്ഛന്റെ മുന്നിൽ, സേതുവേട്ടന്റെ മുന്നിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സേതുവേട്ടനെയും കൂട്ടി വിവാഹം ആലോചിച്ച് വരാമെന്ന് പറഞ്ഞവനാണ് ഈ നിൽക്കുന്നവൻ എന്ന് കമലയെടുത്തി എല്ലാവരോടുമായി അറിയിച്ചു. അതിനുശേഷം ആതിരയെ വിളിച്ചുകൊണ്ട് വന്ന് സന്ദീപിന്റെ മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞു, ചോദിക്കടി, നിന്നെ ചതിച്ച ഇവനോട് തന്നെ നീ ചോദിക്ക്, ഈ പറഞ്ഞതൊക്കെ സത്യമായിരുന്നില്ലേ എന്ന്, എന്തിനാ നിന്നോട് ഈ ചതി കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കമലയെടുത്തി ആതിരയെ സന്ദീപിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോഴേക്കും മീരയെടുത്തി മുന്നിലേക്ക് വന്ന് പറഞ്ഞു, അതെ, ഞങ്ങളുടെ വീട്ടിലുള്ള പെൺകുട്ടികളെയൊന്നും ഞങ്ങൾ അവന്തിക പറയുന്നത് പോലെ അത്ര മോശം കുട്ടികളായിട്ടല്ല വളർത്തിയിരിക്കുന്നത്. അവർക്ക് വേണ്ട നല്ല ഉപദേശങ്ങൾ കൊടുത്തും നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയത് എന്ന് പറയും. വിവാഹം കഴിക്കാതെ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ജീവിക്കുകയും അവനിൽ നിന്ന് ഗർഭിണിയാവുകയും ചെയ്തത് അത്ര വലിയ നല്ല കാര്യമാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്ന് അവന്തിക എല്ലാവരോടുമായി ചോദിക്കുന്നത് കേട്ട് അനൂപ് മുന്നിലേക്ക് വന്ന് സന്ദീപിനോട് ചോദിച്ചു, തൃപ്തിയായില്ലടാ നിനക്ക്? എന്റെ അനുജത്തിയുടെ ജീവിതം തകർത്തപ്പോൾ നിനക്ക് സമാധാനമായല്ലോ അല്ലെ? നിന്നെ ഞാൻ ഇവിടെ വെച്ച് തല്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ ചെയ്ത അതേ തെറ്റ് എന്റെ അനുജത്തിയും ചെയ്തതുകൊണ്ട് മാത്രമാണ് എന്ന് അനൂപ പറയുന്നത് കേട്ട് അവന്തിക ദേഷ്യപ്പെട്ടു. അതിന് അവനെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? സന്ദീപിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അവൻ ഒരു ആൺകുട്ടിയാണ്. അവൻ ചിലപ്പോ നിങ്ങളുടെ അനുജത്തിയുടെ വാക്കുകളിൽ അവൻ മയങ്ങിപ്പോയിട്ടുണ്ടാകും. എന്ന് വെച്ച് അവൾക്ക് സ്വബോധമില്ലേ? വിവാഹം കഴിക്കാതെ മറ്റൊരുത്തന്റെ കൂടെ ജീവിക്കുക എന്നതും അവനിൽ നിന്ന് ഗർഭം ധരിക്കുക എന്നതൊക്കെ ശരിയായ കാര്യമല്ലെന്ന് അവൾക്കെന്താ അറിയത്തില്ലേ? അവളെന്താ ബോധമില്ലാത്തവളാണോ എന്നെല്ലാം അവന്തിക ആതിരയെ കുറിച്ച് ചോദിച്ചു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ഉടനെ അർച്ചന ചോദിച്ചു, അതിന് അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് ആരാ പറഞ്ഞത്? ആ വാക്ക് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചു നോക്കി. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, സന്ദീപിന്റെയും ആതിരയുടെയും വിവാഹം കഴിഞ്ഞു. അത് കേട്ടതും വിശ്വസിക്കാനാകാതെ സേതുമാധവനും കമലയെടുത്തിയും നെല്ലിശ്ശേരിയിലും വൃന്ദാവനത്തിലുള്ളവരും എല്ലാം പരസ്പരം നോക്കി. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ആതിരയും സന്ദീപും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അവരുടെ വിവാഹം നടത്തി കൊടുക്കണമെന്ന് എന്റെ അടുത്ത് വന്നിവർ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ തന്നെയാണ് ആ വിവാഹം നടത്തി കൊടുത്തത് എന്ന് അർച്ചന അറിയിച്ചു. അത് കേട്ടതോടെ എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിന്നു. ഉടനെ തന്നെ അർച്ചന അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയതോടെ വിശ്വസിക്കാനാകാതെ ഏവരും അതിശയപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അർച്ചന പറഞ്ഞു, ഇക്കാര്യം എല്ലാവരോടും പറയാമെന്ന്, സാവകാശത്തിൽ പറയാമെന്നും എല്ലാവരോടും ഇക്കാര്യം അറിയിച്ച് ഇവരെ ഒരുമിച്ച് ജീവിക്കാൻ വിടാമെന്നുമായിരുന്നു കരുതിയിരുന്നത്. അതിനിടയിലാണല്ലോ അവന്തികേടത്തി ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചതും ഉടനെ തന്നെ അനഘ സന്ദീപിനരികിലേക്ക് വന്നു. സന്ദീപിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച്, നീ എന്നെ ചതിച്ചല്ലേടാ, നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് സന്ദീപിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുമ്പോ അവന്തിക മുന്നിലേക്ക് വന്ന്, മോളെ നീ എന്താ ഈ ചെയ്യുന്നത് എന്ന് അനഘയെ തടഞ്ഞു. ഉടനെ അനഘ പറഞ്ഞു, പിന്നെ ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത്? ഇവൻ എന്നെ വിവാഹം കഴിക്കാനായല്ലേ തയ്യാറായി നിൽക്കുന്നത്. മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട്
അവൻ എന്റെ കരുതി താലി കെട്ടാനായി നിൽക്കുന്നത് കണ്ടില്ലേ? ഇവനെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം ചേച്ചി എന്ന് ചോദിച്ച്, നീ ഇതിന് അനുഭവിക്കൂടാ, ജീവിതകാലം മുഴുവൻ അനുഭവിക്കും എന്ന് ശപിച്ചുകൊണ്ട് അവിടെ നിന്ന് അനഘ പോയി. അപ്പോഴേക്കും അർച്ചന വേഗം സേതുമാധവന്റെ മുന്നിലേക്ക് എത്തി. അച്ഛാ എന്ന് അർച്ചന വിളിച്ചതും ഉടനെ സേതുമാധവൻ പറഞ്ഞു, മിണ്ടരുത് നീ, എന്നെ ഉൾപ്പെടെ ഈ നിൽക്കുന്നവരെ എല്ലാവരുടെയും നാണം കെടുത്തി തല കുനിച്ചിട്ട് നിർത്തിയിട്ട് നീ ഇപ്പോ എന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ ഒരുങ്ങുന്നോ? സന്ദീപും ആദ്രയുമായിട്ടുള്ള വിവാഹ കാര്യം, ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് നിനക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നല്ലോ, എല്ലാം നീ അങ്ങ് സ്വയം ചെയ്തില്ലേ എന്ന് സേതുമാധവൻ ദേഷ്യത്തോടെ അർച്ചനയോട് ചോദിച്ചു. എനിക്കാണ് തെറ്റുപറ്റിയത്, ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും വിശ്വസിച്ചു, ആ വിശ്വാസമാണ് എന്നെ ചതിച്ചത് എന്ന് സേതുമാധവൻ സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ സച്ചി മൂർത്തിയുമായി നെല്ലിശ്ശേരിയിലേക്ക് എത്തി. മൂർത്തിനെ പിടിച്ചു പറിച്ചുകൊണ്ട് സച്ചി അകത്തേക്ക് കൊണ്ടുവരുമ്പോ സേതുമാധവൻ അർച്ചനോട് പറഞ്ഞു, ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോ എന്റെ പ്രതികരണം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാത്തിനും നന്ദി എന്ന് പറഞ്ഞ് എല്ലാവരോടും നന്ദി എന്ന് പറഞ്ഞ് സേതുമാധവൻ പോകാൻ തുടങ്ങുമ്പോ സച്ചി വിളിച്ചു, അച്ഛാ. ഉടനെ തന്നെ എന്താ കാര്യം എന്നറിയാതെ എല്ലാവരും ആശ്ചര്യപ്പെട്ട് നോക്കുമ്പോ സച്ചി മറ്റൊരാളെ കൂടി അവിടേക്ക് കൊണ്ടുവന്നു. സച്ചി കൊണ്ടുവന്ന ആളെ കണ്ട് അവന്തിക ഞെട്ടി. ഉടനെ സച്ചി പറഞ്ഞു, അച്ഛാ, ഇന്നത്തെ ഈ വിവാഹം നടക്കരുത്, ഈ വിവാഹം നടത്താനായി സന്ദീപിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി സന്ദീപ് വിവാഹത്തിന് സമ്മതം മൂളിയതാണ്. അതിന് കാരണക്കാരൻ ഈ നിൽക്കുന്നവനാണ്. ഇയാള് നിരന്തരമായി സന്ദീപിനെ ഫോണിൽ വിളിച്ച് അവനെ ഭീഷണിപ്പെടുത്തി. അച്ഛനെയും നമ്മുടെ കുടുംബത്തുള്ള ഓരോരുത്തരെയും ഇവൻ കൊന്നു കളയുമെന്ന് പറഞ്ഞ് സന്ദീപിനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് അവൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട് എന്ന് പറഞ്ഞ് മൂർത്തിയെ സേതുമാധവന്റെ മുന്നിലേക്ക് നിർത്തി. ഉടനെ തന്നെ സേതുമാധവനോട് മൂർത്തി പറഞ്ഞു, അതെ, ഞാനും നന്ദനും തമ്മിൽ ബിസിനസ് നടത്തിയിരുന്നു. അതിൽ പിന്നീട് ഞങ്ങൾ തെറ്റിപ്പിരിഞ്ഞു. അതിന്റെ വൈരാഗ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്ന് മൂർത്തി പറയുമ്പോ അവന്തിക തൽക്കാലം താൻ രക്ഷപ്പെട്ടെന്ന ആശ്വാസത്തിൽ നിന്നു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അച്ഛാ, ഇത് മാത്രമല്ല, അച്ഛനോട് എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു, മതി, നീ പറയാനുള്ളതും കഴിഞ്ഞു പോയതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാ ഇവിടെ നടന്ന സംഭവങ്ങൾ എന്തെങ്കിലും നിനക്കറിയാവോ? ഇവിടെ നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിനക്കറിയുമോ? സന്ദീപും ആതിരയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള കാര്യം നിനക്കറിയുവോ എന്ന് ചോദിച്ചതും, ഇല്ല അച്ഛൻ എന്താ ഈ പറയുന്നത് എന്ന് ആതിരയും സന്ദീപും തമ്മിലുള്ള ഇഷ്ടത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇവിടെ നടന്ന സംഭവങ്ങൾ എന്തെങ്കിലും നീ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു, ഇല്ലച്ച, എന്താ കാര്യം എന്ന് അന്വേഷിച്ചു. ഉടനെ സേതുമാധവൻ പറഞ്ഞു, സന്ദീപും ആതിരയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, അവരുടെ വിവാഹം നിന്റെ ഭാര്യ നടത്തി കൊടുത്തു, അക്കാര്യം നിനക്കറിയാമായിരുന്നോ എന്ന് ചോദിച്ചതും സച്ചി അതിന് മറുപടി പറയുന്നതിന് മുമ്പ് അച്ഛൻ അതിനിടയിൽ കയറി പറഞ്ഞു, ഇല്ല, സച്ചിയേട്ടൻ അതറിയത്തില്ല, സച്ചിയേട്ടൻ അറിയാതെയാണ് ഞാൻ ആ വിവാഹം നടത്തിയത്. അത് കേട്ടതോടെ എല്ലാവരും ആകെ ആശ്ചര്യപ്പെട്ട് അങ്ങനെ നിന്നു. സച്ചി പോലും അറിയാതെ നടത്തിയത് കൊണ്ടാണ് എന്ന വിവരം എല്ലാവരോടും അർച്ചന കളവ് പറയുമ്പോ ഉടനെ സേതുമാധവൻ പറഞ്ഞു, എന്നാ നിന്റെ അറിവിലേക്കായി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. നിന്റെ അനുജനുണ്ടല്ലോ, അവനെ ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന്. അതുകൂടി കേട്ടതോടെ ആകെ ഞെട്ടിത്തെറിച്ച് സച്ചി അങ്ങനെ നിന്നു. ഉടനെ തന്നെ അർച്ചന, നിന്റെ ഭാര്യ അർച്ചന ചെയ്തു കൂട്ടിയതെല്ലാം എല്ലാവരും ഇപ്പോ അറിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നിന്റെ ഭാര്യയല്ലേ തീരുമാനിച്ചത്. ഇത്രയും കാര്യങ്ങൾ അവരുടെ ഇഷ്ടം മനസ്സിലാക്കി അവരുടെ വിവാഹം വരെ നടത്തി. ഇപ്പോ അവര് തമ്മിൽ അവർ ഒരു അച്ഛനും അമ്മയും ആകാൻ പോകുന്നു. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ അർച്ചന തന്നെ അങ്ങ് തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോ സച്ചി പറഞ്ഞു, അച്ഛാ, എന്തായാലും ഇത്രയും കാര്യങ്ങളായില്ലേ, ഇനിയുള്ള തീരുമാനം എന്താന്ന് നമുക്കൊന്ന് ആലോചിച്ചാലോ അച്ഛാ എന്ന് ചോദിച്ചതും ഉടനെ തന്നെ സേതുമാധവൻ പറഞ്ഞു, ബാക്കി കാര്യങ്ങൾ നിന്റെ ഭാര്യ തന്നെ തീരുമാനിക്കട്ടെ. നിന്റെ ഏട്ടനും അനുജനും എല്ലാം ഇതുപോലെ തന്നെയാ ചെയ്തത്. എന്റെ മൂത്ത മകൻ ചെയ്തപ്പോ ഞാൻ ആശ്വസിച്ചു, എന്റെ 2 മക്കൾ എന്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ എന്ന്. ഇതിലും ഭേദം നിങ്ങളും അവനെ പോലെ എവിടേക്കെങ്കിലും ഇറങ്ങി പോകുന്നത് തന്നെയായിരുന്നു ഭേദം എന്ന് പറഞ്ഞ് സേതുമാധവൻ ആകെ വിഷമത്തോടെ റൂമിലേക്ക് കയറിപ്പോയി. ആ കാഴ്ച കണ്ടതും സച്ചി വീണ്ടും സേതുമാധവനെ വിളിച്ചു. അച്ഛാ എന്ന് വിളിച്ചതും, എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനിയൊരു തീരുമാനം എടുത്തൂടെ അച്ഛാ എന്ന് സച്ചി അന്വേഷിക്കുമ്പോ, ഞാൻ പലപ്പോഴും ആതിരയും സന്ദീപുമായിട്ടുള്ള ഇഷ്ടം അറിഞ്ഞിട്ട് അക്കാര്യം അച്ഛനോട് പറയാനായി ഞാൻ പല ആവർത്തി വന്നതായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല. അച്ഛന്റെ ആരോഗ്യ പ്രശ്നങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ടാണ് പിന്നെ അക്കാര്യം അച്ഛനോട് പറയാതിരുന്നതെന്ന് സച്ചി അറിയിച്ചതും സേതുമാധവൻ പറഞ്ഞു, ഇനി ബാക്കി കാര്യങ്ങൾ നിന്റെ ഭാര്യ തീരുമാനിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സേതുമാധവൻ വേഗം റൂമിൽ കയറി വാതിലടച്ചു. ഈ സമയത്ത് മൂർത്തിയോട് അവിടുന്ന് പൊയ്ക്കൊള്ളാനായി അവന്തിക തലകൊണ്ട് ആക്ഷൻ കാണിച്ചതും മൂർത്തി ഒന്നും മിണ്ടാതെ അവിടുന്ന് ഇറങ്ങിപ്പോയി. സച്ചിയും മറ്റുള്ള എല്ലാവരും ആകെ സ്തംഭിച്ച് അങ്ങനെ നിന്നു. സേതുമാധവന്റെ നിലപാട് കേട്ടതോടെ എന്തെടു ചെയ്യണമെന്നറിയാതെ എല്ലാവരും ആശ്ചര്യപ്പെട്ടങ്ങനെ നിൽക്കുമ്പോ അർച്ചനയും തന്റെ അനുജത്തിയുടെയും തന്റെയും ജീവിതം തകർന്നുടഞ്ഞതുപോലെ അങ്ങനെ
എന്ത് ചെയ്യണമെന്നറിയാതെ നിലയില്ലാ കഴുത്തിലേക്ക് താന്നു പോകുന്ന അവസ്ഥയിൽ അർച്ചന അങ്ങനെ നിൽക്കുമ്പോൾ സേതുമാധവൻ റൂമിലേക്ക് എത്തി ആലോചിച്ചു. സന്ദീപും ആതിരയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള അർച്ചനയുടെ വാക്കുകളും അവരുടെ വിവാഹം താൻ നടത്തിക്കൊടുത്തുവെന്നും അവർ തമ്മിൽ വിവാഹിതരായെന്നും അവരുടെ വിവാഹം കഴിഞ്ഞതാണെന്നും അതോടൊപ്പം തന്നെ അവന്തിക തന്റെ ഈ അനുജത്തിയെ എന്ത് ചെയ്യണം, അവളെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള അവന്തികയുടെ ചോദ്യവുമൊക്കെ സേതുമാധവന്റെ മനസ്സിനെ അലട്ടി. സേതുമാധവൻ സച്ചിയോട് പറഞ്ഞത്, അപ്പുറത്ത് റൂമിൽ ഇവനെ സ്വപ്നം കണ്ട ഇവനോടൊപ്പം ഒരു വിവാഹ ജീവിതം കൊതിച്ച് ഒരു പെൺകുട്ടി മനസ്സ് തകർന്ന് അപ്പുറത്ത് പോയിരുന്ന് കരയുന്നുണ്ട്. ആ പെൺകുട്ടിയോട് ഇനി എന്ത് പറയുമെന്ന് കൂടി സേതുമാധവൻ സന്ദീപിനോട് സച്ചിയോടുമൊക്കെ ചോദിച്ചത് ഓർത്ത് എല്ലാവരും ആകെ വിഷമിച്ചു. അപ്പോഴേക്കും സച്ചി വേഗം വേഗം അവന്തികയുടെ അരികിലേക്ക് എത്തി. എടുത്തി, അച്ഛനോട് ഇനിയിപ്പൊ ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാവില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി തീരുമാനിച്ച് എല്ലാവർക്കും കൂടി ഒന്ന് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താം. അതല്ലേ നല്ലത്. അതിനുശേഷം അച്ഛനോട് അക്കാര്യം പറയാം എന്ന് സച്ചി പറഞ്ഞു. ഉടനെ അവന്തിക പറഞ്ഞു, അതെ, ആതിരയുടെ കാര്യം ഇവരെന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോട്ടെ, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആതിരയെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനിയിപ്പോ ഇപ്പോഴൊന്നല്ല, ഇനി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, അവളെ ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് അവന്തിക എല്ലാവരോടും പറയുമ്പോ അർച്ചന ചോദിച്ചു, അല്ല, അവന്തിക ഏടത്തിയും അനഘയ്ക്ക് സന്ദീപിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അവരുടെ വിവാഹം നടത്താനായി ഏടത്തിയും ഓടി നടന്നിരുന്നല്ലോ എന്ന് ചോദിച്ചതും അർച്ചനയുടെ മുന്നിലേക്ക് വന്ന് അവന്തിക പറഞ്ഞു, അതെ, ഇത്രയൊക്കെ ചെയ്തു വെച്ചല്ലോ, ഇനി നീ തന്നെ അങ്ങ് തീരുമാനിച്ചോ, അതാ നല്ലത് എന്ന് അവന്തിക അർച്ചനോട് അറിയിച്ചു. പക്ഷേ ഈ നെല്ലിശ്ശേരിയിൽ നിന്റെ അനുജത്തിയെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അവന്തിക പറയുമ്പോ അർച്ചനയുടെ ചോദ്യം കേട്ട് അവന്തിക പറഞ്ഞു, അതെ, ഞാൻ എന്റെ അനുജത്തിയെ സന്ദീപിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായി ശ്രമിച്ചു. പക്ഷെ അത് നിന്നെ പോലെ ഇങ്ങനെ ഒളിച്ചും പാത്തും ആയിരുന്നില്ല. ബാക്കി മറ്റുള്ള കാര്യങ്ങൾ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഒത്താശ ചെയ്യാനും ആയിരുന്നില്ല. മറിച്ച് ഞാൻ ചെയ്തത് ഇവിടുത്തെ അച്ഛന്റെയും മറ്റുള്ളവരുടെ എല്ലാവരുടെയും നാട്ടുകാരുടെയും ഒക്കെ അനുവാദത്തോടെ അവരെ വിവാഹം കഴിപ്പിക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചതെന്ന് അവന്തിക പറഞ്ഞു. അത് കേട്ടതും ഉടനെ അർച്ചന പറഞ്ഞു, അതെ, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങളും എത്തിയതായിരുന്നു എന്ന് അർച്ചന പറയാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ അവന്തിക അറിയിച്ചു, അതെ, ഇപ്പൊ സംഭവിച്ച കാര്യങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് എന്റെ ഭാഗത്തുനിന്ന് ആതിരെ ഈ വീട്ടിൽ നിർത്താമെന്നുള്ള തീരുമാനമൊന്നും ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോ അർച്ചന ദയാനന്ദ മാഷിന്റെ മുന്നിലേക്ക് ചെന്നു. അച്ഛാ, എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചല്ലേ, ഇനി ഇക്കാര്യത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. എന്തായാലും ഇങ്ങനെയായ സ്ഥിതിക്ക് ആതിര ഈ വീട്ടിൽ നിർത്തുന്നതല്ലേ നല്ലത്. ആതിര ഇവിടെ നെല്ലിശ്ശേരിയിൽ നിൽക്കട്ടെ അച്ഛാ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അനൂപ് പറഞ്ഞു, ഇല്ല, ആതിരയെ ഇവിടെ നിർത്തില്ല എന്ന് അനൂപ് മുന്നിലേക്ക് വന്നറിയിച്ചു. ഞാനിവിടെ അവളെ നിർത്തത്തില്ലെന്ന് പറയാനുള്ള കാരണം ഇപ്പോ ഇവിടെയുള്ള എല്ലാവരുടെയും സമീപനം എങ്ങനെയുള്ളതാണെന്ന് നീ കണ്ടില്ലേ. അവൾ ഈ വീട്ടിൽ താമസിച്ചാൽ ഒരു ദിവസം പോലും സമാധാനത്തോടെ എന്റെ അനുജത്തിക്കൊന്നും ഉറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവള് ഇവിടെ വേണ്ട, ഞങ്ങൾ വൃന്ദാവനത്തിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. പിന്നെ അവളുടെ കാര്യത്തിൽ ഇനി ഞാനൊരു തീരുമാനം എടുത്തോളാം. ഇത്രയും കാര്യങ്ങളൊക്കെ നീ ചെയ്തു കൂട്ടിയില്ലേ, ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആതിരയെ ഇത്രയൊക്കെ ചെയ്തിട്ടും ആതിരയെ അവന്തിക പറഞ്ഞത് കേട്ടില്ലേ, ഒരിക്കലും അവളെ ഈ വീട്ടിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന്. അതോടൊപ്പം തന്നെ അവളെ ഈ അവസ്ഥയിലാക്കിയവൻ പോലും ഇത്രയും നേരമായിട്ടും ഒരു വാക്ക് പോലും മിണ്ടുന്നുമില്ല. ഇനി അഥവാ മിണ്ടിയാൽ തന്നെ ആതിരയ്ക്ക് ഈ വീട്ടിൽ സമാധാനത്തോടുള്ള ഒരു ജീവിതം ഒരിക്കലും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആതിരയെ ഞങ്ങൾ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. അച്ഛാ, വാ, നമുക്ക് ഇറങ്ങാം എന്ന് അനൂപ് ദയാനന്ദ മാഷിനെ വിളിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, കേട്ടാ, അതല്ല, ഇത്രയൊക്കെ സംഭവിച്ചു പോയില്ലേ, ഇതിനൊരു പരിഹാരം എങ്ങനെയെങ്കിലും കാണണ്ടേട്ടാ എന്ന് പറഞ്ഞതും അനൂപ് പറഞ്ഞു, ഇനി ഇക്കാര്യത്തിൽ മറ്റൊരു തീരുമാനമില്ല എന്ന് പറഞ്ഞപ്പോ സന്ദീപ് മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, അനൂപേട്ട, എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റ്. ഇക്കാര്യത്തിൽ ഞാനും ആതിരയും ഒരുപോലെ തെറ്റുകാരാണ്. പക്ഷേ ഇനിയെങ്കിലും ഇതിന് ഒരു ഉചിതമായ ഒരു തീരുമാനം എടുക്കണ്ടേ. ദേവിയത് ഞങ്ങളൊന്ന് പറയുന്നത് കേൾക്കൂ അനൂപേട്ട എന്ന് പറയുമ്പോ അവന്തിക പറഞ്ഞു, സന്ദീപേ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവിടെ ആതിരയെ താമസിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതും സച്ചി മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, എടുത്തി, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഇക്കാര്യം? ഇത് ഇനിയും നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് മൊത്തത്തിൽ നാണക്കേടാവില്ലേ? അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നാണക്കേട് ഒഴിവാക്കാനല്ലേ ആതിര ഇവിടെ നിർത്താമെന്ന് പറയുന്നത് എന്ന് ചോദിച്ചതും ഉടനെ അവന്തിക പറഞ്ഞു, അതിനെന്ത് നാണക്കേടാ, ആതിര നേരെ വൃന്ദാവനത്തിലേക്ക് പൊയ്ക്കോട്ടെ. നാട്ടുകാർ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവന്തികയെ 3-ാം മാസത്തില് പ്രസവത്തിന് അങ്ങോട്ട് കൊണ്ടുപോയതാണെന്നങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് ഉടനെ മീര പറഞ്ഞു, അവന്തിക എന്ത് വർത്തമാനായി പറയുന്നത്? ഈ നിൽക്കുന്ന അച്ഛനും അമ്മയും പെൺമക്കളെ വളർത്തിയത് നല്ല അച്ചടക്കത്തോടെയും അനുസരണയോടെയും തന്നെയാണ്. പിന്നെ ഇവിടുത്തെ പയ്യൻ ചിരിച്ചും കളിച്ചും അവളുടെ പിന്നാലെ ചെന്നപ്പോ അവളുടെ മനസ്സൊന്നിടറി, അത് സത്യം തന്നെയാണ്. അതിലിപ്പോ ആതിരയെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല എന്ന്
മീര പറയുമ്പോ ഉടനെ ദയാനന്ദ മാഷ് പറഞ്ഞു, മതി, ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി സംസാരിക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല. എന്തായാലും ഇക്കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണല്ലോ. അതിന് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകാം, അതാ നല്ലത്. ആതിരയും വൃന്ദാവനത്തിലേക്ക് പോകുന്നതാ നല്ലത്. അവിടെ ചെന്ന് സമാധാനത്തോടെ ഒരു തീരുമാനത്തിലെത്താം. ഇപ്പോഴത്തെ ഈ ദേഷ്യത്തിന്റെയും ബഹളത്തിന്റെയും പേരിൽ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. പിന്നെ ഇവിടെ ഇപ്പോ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എടുത്തുന്നതല്ലേ നല്ലതെന്ന് കമലയെടുത്തിയോട് ചോദിച്ചതും കമലയെടുത്തി മുന്നിലേക്ക് വന്ന് പറഞ്ഞു, അതെ മാഷെ, അത് തന്നെയാ നല്ലത്. പിന്നീട് അവന്തികയുടെ മുന്നിലെത്തി പറഞ്ഞു, അവന്തികയെ, ഒരു കാര്യം കൂടി, മറ്റുള്ളവരെ എന്ത് വേണമെങ്കിലും പറയാം. നീ പറഞ്ഞത് ഓരോ കാര്യങ്ങൾ പറയുമ്പോ അതിന്റെ ആ ഓരോ വാക്കുകൾ പറയുമ്പോ അത് മറ്റുള്ളവരുടെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് കൂടി നീ ഒന്ന് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് പണത്തിന് അല്പം കുറവുള്ളൂ, അക്കാര്യം നീ മറക്കണ്ട. ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ട് പണത്തിന് കുറവുള്ളതിനാലും എന്തും വിളിച്ചു പറയാമെന്നുള്ള കാര്യം നീ ഒരിക്കൽ കൂടി ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും അവന്തികെ. പിന്നെ ഞങ്ങൾക്കും നീ പറഞ്ഞ വാക്കുകൾക്ക് കൃത്യമായ മറുപടി പറയാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഈ നെല്ലിശ്ശേരിയിലേക്ക് തന്നെ ഞങ്ങളുടെ മൂത്ത മകളെ ഈ കുടുംബത്തിലെ ഒരു അംഗമായി ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ബന്ധത്തിന് ഒരു കേടുപാടും സംഭവിക്കാതിരിക്കാനായിട്ടാണ് ഞങ്ങൾ മാന്യമായി ഇപ്പോഴും സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ആതിരയുടെ അരികിലേക്ക് എത്തി കമലെടുത്തി പറഞ്ഞു, വാ മോളെ, നമുക്ക് ഇറങ്ങാം. അപ്പോഴേക്കും ഉടനെ തന്നെ സച്ചി അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അമ്മേ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുത്താ പോരെ എന്ന് ചോദിച്ചതും വേഗം അനൂപിന്റെ അരികിലേക്ക് അർച്ചന എത്തിയിട്ട് പറഞ്ഞു, ഏട്ടാ എന്ന് വിളിച്ചതും, മിണ്ടരുത് നീ, ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഇനി നിന്റെ സംസാരം ഒന്നും വേണ്ട, എന്ത് തീരുമാനിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, ഏട്ടാ, ഇനിയും ആദ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇങ്ങനെ ഉണ്ടാക്കാതെ പോയാൽ ശരിയാവില്ല ഏട്ടാ. എന്തായാലും ഞാനല്ലേ ഇത്രത്തോളം ഒക്കെ ഒപ്പിച്ചത്, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം, അനൂപേട്ടൻ അതേ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ ഉടനെ അനൂപ് അർച്ചനയുടെ കർണത്തടിക്കുന്നു. അത് കണ്ട ഉടനെ എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോ ഇവിടെ സന്ദീപ് കൂടിയാണ് സന്ദീപിന് ആദ്യയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് അനൂപേട്ടൻ മാത്രം തനിച്ച് തീരുമാനിച്ച പോരാ എന്ന് അർച്ചന പറഞ്ഞത് ഉടനെ അനൂപ് പറഞ്ഞു, ഇത്രയും നാളും നീ പറഞ്ഞ വാക്കുകളാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. ആ വാക്കുകൾ വിശ്വസിച്ചതുകൊണ്ടാണ് ഇന്നിപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട്ടിൽ ഇങ്ങനെ തലകുനിച്ച് നിൽക്കേണ്ടി വന്നത്. ഇനിയും ഈ കുടുംബത്തിൽ നിന്ന് ആതിരയെ വേദനിപ്പിക്കുന്നതും അവളെ കുത്തുവാക്കുകൾ കൊണ്ട് ദ്രോഹിക്കുന്നതുമായുള്ളവരുടെ മുന്നിൽ നിർത്തിയിട്ട് പോണെന്നാണ് നീ പറയുന്നത് എന്ന് ചോദിച്ചതും അവന്തിക ഉടനെ അനൂപിനോട് പറഞ്ഞു, അതെ, നിങ്ങൾ വീട്ടിൽ ചെന്ന് തീരുമാനമാക്കി എടുത്തോ, പക്ഷെ അത് ആതിരയെ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാവരുത്. പിന്നെ അവളുടെ വയറ്റിലുള്ള ഗർഭത്തിന്റെ കാര്യം സന്ദീപിന്റെ കുഞ്ഞാണെന്നല്ലേ പറയുന്നത്, ആണെങ്കിലേ അതിന് ഒരു അബോർഷൻ അങ്ങ് നടത്തിയാ പോരെ, അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ. ആ അബോർഷനോടെ ആ ഒരു പ്രശ്നം അങ്ങ് അവസാനിക്കുമല്ലോ. അത് ഇത്ര വലിയ തലപുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമൊന്നുമല്ല, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണമായി നടക്കുന്നതല്ലേ എന്ന് അവന്തിക പറയുമ്പോ മറുപടിയൊന്നും പറയാനാകാതെ സന്ദീപും ആതിരയും അങ്ങനെ നിൽക്കുമ്പോ അവന്തിക ആതിരയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ആ തീരുമാനം എടുത്തത് കേട്ട് ആതിര രോഷത്തോടെ മറുപടി പറയാൻ തയ്യാറാകുന്നു.